നമ്മളെ ലൈഫിൽ എന്ത് നടക്കുകയാണെങ്കിലും നമുക്ക് ഓൾറെഡി പഠിച്ചവൻ കണക്കാക്കി വെച്ച കാര്യങ്ങളായിരിക്കും. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചില തമാശകളൊക്കെ പറയും, ബേബിക്ക് വൈറ്റ് വാങ്ങട്ടോ, ആയിഷുക്ക് പിങ്ക് വാങ്ങട്ടോ എന്ന്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അവസാനം ബേബിക്ക് വൈറ്റ് തന്നെ ആയി. ഫോണിലാന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയാലോ, ചെറുതൊന്നും ഇല്ലല്ലോ. ആര് ആട് ചീത്ത കുട്ടിയോ? അങ്ങനെ പറയരുത്. ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാരേലും മക്കളൊക്കെ ഉണ്ട്, ഞങ്ങൾ അങ്ങനെ അല്ലാണ്ട് തന്നെ വന്നത് അല്ലേ. ഷെമിൻ്റെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ചിലപ്പം ഒരു കുഞ്ഞ് ഇല്ലാതായ ഒരു ഉമ്മൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷെ എന്നാലും കുറേ ആൾക്കാർ മെസ്സേജിലൂടെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഓക്കെ ആണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ റീപ്ലൈ കൊടുക്കാനും എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാനും പറ്റുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ഈ റിസൾട്ട് വന്നത് മുതൽ തന്നെ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് വന്നത് മുതൽ തന്നെ ഷെമിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇതായിക്കണേ, ഡൗൺ ആയിക്കണേ, ഷെമി മൊത്തത്തിൽ ഡൗൺ ആയിക്കണേ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുട്ടി ഈ ഒരു സിറ്റുവേഷനിൽ വന്നതിന് മുതൽ പിന്നെ ഷെമി ഫുൾ എന്താ പറയുക കരച്ചിലൂടെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ അങ്ങനെ കടന്ന് പോവുകയാണ്. പിന്നെ ഷെമി ആയാലും ബാക്കിയുള്ള കുടുംബത്തിൽപ്പെട്ട ബാക്കിയുള്ള ആൾക്കാരൊക്കെ എല്ലാവരെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പിന്നെ നമ്മളും അതുപോലെ ആവരുതല്ലോ. അപ്പോൾ നമ്മളാണല്ലോ അവർക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓക്കെ ആക്കി എടുക്കേണ്ടത് നമ്മളാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഷെമിനോട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ മാറ്റിയെടുക്കാൻ കുറേ ശ്രമിച്ച്, എന്നാലും എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും ഒരു ഉമ്മനെ സംബന്ധിച്ചിടത്തോളം, ഉമ്മ എന്നല്ല നമ്മൾ ഉപ്പമാരായാലും കണക്ക് തന്നെയാണ്. പക്ഷെ എന്നാലും പെണ്ണുങ്ങളെക്കാട്ടും കൂടുതൽ നമുക്ക് പൊതുവേ ഉള്ള സംസാരം അങ്ങനെയാണല്ലോ, ഒന്നുകൂടിയും ഒരു ഉറപ്പ് ആണുങ്ങൾക്കാണെന്നുള്ളതാണല്ലോ. അപ്പം ഷെമിനോട് കാര്യങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ്, അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഓളൊക്കെ ആവും. പക്ഷെ എന്നാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും പിന്നെ ഈ ഒരു മൈൻഡിലേക്ക് തന്നെ പോകും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഷെമിക്ക് ഈ ഡോറടിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ വരെ ഭയങ്കര പേടിയാണ്. ഡോറടിച്ച് നിൽക്കാൻ, ജനൽ വരെ തുറന്നിട്ട് മൊത്തം ഓപ്പൺ സ്പേസിൽ നിൽക്കാനാണ് ഇപ്പോൾ ഷെമിക്ക് ഇഷ്ടം. കാരണം ഇങ്ങനെ അടിച്ചിട്ട് മുറിയിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, രാത്രി ഉറങ്ങുന്ന സമയത്തായാലും ഒക്കെ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ടി ഫാമിലി ഷെമിയുടെ കുഞ്ഞിലെ ഷെഫിയുടെ കുഞ്ഞ് മരിച്ചത്. അപ്പോൾ തന്നെ ഷെഫി പറയുന്നത് പോലെ തന്നെ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, ആണുങ്ങളാകുമ്പോൾ കുറച്ചും കൂടെ ബോൾഡായിട്ട് നിൽക്കണമെന്ന് തന്നെയാണ്, നമ്മളാണ് ആശ്വസിപ്പിക്കേണ്ടത്. അപ്പം ഷെമിക്ക് പെട്ടെന്നൊന്നും അതിന് റിക്കവർ ചെയ്തിട്ട് വരാൻ പറ്റില്ല. അത്രയും നാൾ ഉദരത്തിൽ പേറിയ കുഞ്ഞാണല്ലോ, ഒരു നിമിഷം ഇല്ലാതാകുമ്പോൾ അതിന് പെട്ടെന്നൊന്നും പുറത്തോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ബോൾഡായിട്ട് നിന്ന് ഷെമിയെ ആശ്വസിപ്പിക്കുക, ഷെമിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷനാണിത്. ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഡെലിവറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ പോലും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന അവസ്ഥകൾ ചിലപ്പോൾ ആ ഒരു ഇതിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഞാൻ തന്നെ എനിക്ക് ചെറിയ മോളിൻ്റെ ഡെലിവറിക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇങ്ങനെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി, നമ്മളെ കൊണ്ടുപോയില്ലേ, കുറേ പേര് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ ലേബർ റൂമിൽ. അതിൻ്റേതായിട്ട് ഉള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, നമ്മളെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്ന റൂമും ഇതൊക്കെ ഉണ്ടാവില്ല ലേബർ റൂമിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അകത്തോട്ട് ചെന്നു. അപ്പോൾ ഒരു കൊച്ചു ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുവാണ്. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര എന്തോ ആലോചനയിലിരിക്കണം, എന്തോ പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം. എനിക്ക് പിറ്റേ ദിവസം മോർണിംഗ് ആണ് എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞിരിക്കും. ഓപ്പറേഷനാണ് കേട്ടോ, ഓപ്പറേഷന് ടൈമില്ല, ഓപ്പറേഷനിലാണ് ഈ ഡിപ്രഷനൊക്കെ വരും. ഇങ്ങനെയുള്ള ആ സമയത്തും ഡിപ്രഷൻ വരുന്നു, നോർമൽ ഡെലിവറിക്കും ഡിപ്രഷൻ വരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ ഡോക്ടർമാർ പറയുന്നത് ഞാനിങ്ങനെ വായിക്കാറുണ്ട്, ഡോക്ടേഴ്സിൻ്റെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കൊച്ചാണെങ്കിൽ പാല് കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനെ കൊണ്ടുവന്ന സമയത്ത് പുള്ളിക്കാരി കൊടുക്കുന്നില്ല. കൊടുക്കണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ കുഞ്ഞല്ല അത് ഇതെന്ന് പറഞ്ഞ് കിടന്ന് അലറി വിളിക്കണം. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പ്രസവിക്കാൻ വേണ്ടി ഇരിക്കുന്ന നമുക്കും ആ ഒരു പേടി. എനിക്ക് ഫസ്റ്റത്തെ ഡെലിവറി ആണെങ്കിൽ നോർമലായിരുന്നു, രണ്ടാമത്തായിരുന്നു സിസേറിയൻ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പേടി ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. സിസേറിയൻ എന്താവുമോ എന്തോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ പേടിയിലുള്ള ഇരിക്കുന്നത്. അത് പറഞ്ഞ് എൻ്റെ അനിയത്തിയും സിസേറിയനായിരുന്നു, അവളുടെ ആ വേദന ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും ആ ഒരു പേടി മനസ്സിൽ തന്നെ ഇരിക്കുകയായിരുന്നു. നോർമൽ ഡെലിവറിയേക്കാളും
അതെന്താ ഡിഫിക്കൽട്ടായിരിക്കും എന്താണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടും അത്രയും വിറച്ചിട്ട് ഞാനിപ്പം എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയപ്പോഴടക്കം എൻ്റെ കൈയെല്ലാം തണുത്ത് വിറച്ച് മരവിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ തന്നെ പിടിച്ചിട്ട് പറഞ്ഞു ഒരിക്കലും പേടിക്കരുത്, പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കായിരുന്നു. ആ ഒരു അത്രയും പേടിയായിരുന്നു എനിക്ക്. എന്താവുമോ എന്നറിയാം, നമുക്ക് എന്താണ് നട്ടെല്ലിൽ ഇഞ്ചക്ഷൻ വെക്കും, ആ ഒരു ഇതൊക്കെ നമ്മളിത് ഓപ്പറേഷനെ കുറിച്ച് ഒരു ധാരണയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ധാരണ ഉണ്ടല്ലോ, ആ ഒരു ധാരണ വെച്ചായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പെട്ടെന്ന് പേടിക്കരുത്, ആ പേടിയോടുകൂടിയാണെങ്കിൽ ഡിപ്രഷനിലോട്ട് പോകുന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ എന്നാലും എനിക്ക് പേടി മാറുന്നില്ല, അത് കഴിയുന്ന വരെ നമ്മൾ കീറുമ്പോൾ അങ്ങനെയാവും ആ ഒരു പേടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതിന്ന് നമുക്ക് പെട്ടെന്ന് റിക്കവർ ആവാൻ പറ്റില്ല. കുഞ്ഞു കൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട, ഭയങ്കര മെൻ്റലി നമ്മൾ തളർന്നു പോകും. അപ്പോൾ അതാണ് ഷെമിക്കും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കട്ടയ്ക്ക് തന്നെ ഷെഫി നിൽക്കുന്നത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല. നമ്മൾ മെൻ്റലി ഹെൽത്ത് ഓക്കെ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് എപ്പോഴും നമ്മളൊരു ഇത് കൊടുക്കണം, ശക്തി കൊടുക്കണം. ഒരിക്കലും തളരരുത്, ഞങ്ങളൊക്കെ ഇല്ലേ എന്നുള്ളൊരു ഇത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളാകെ തളർന്നു പോകും. ചുറ്റുമുള്ളവരും കൂടെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ തന്നെ തളർന്നു പോകുന്ന അവസ്ഥയിലോട്ട് വരും. ഡെലിവറി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. അപ്പോൾ അത് താങ്ങും തണലുമായിട്ട് നിൽക്കുക തന്നെ വേണം. കുഞ്ഞ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഷെഫി പറഞ്ഞതുപോലെ നല്ല കട്ടയ്ക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും ഷെഫി പറഞ്ഞ കുറച്ച് വാക്കുകളും കൂടെ നമുക്കത് കണ്ടു നോക്കൂ. ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ചിലപ്പോൾ അല്ലാന്ന് ഞാൻ പറയില്ല, ആണെന്ന് ഞാൻ പറയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഷെമിൻ്റെ അടുത്തും പറഞ്ഞതാണ്, ഇപ്പം നമ്മളെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റൂല. നമുക്ക് ചിലപ്പം ഏജിലുള്ള ആൾക്കാർക്ക് മാത്രമല്ലല്ലോ ഇത് സംഭവിക്കുന്നത്, ഏജ് കുറഞ്ഞ ആളുകളിലും ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം അതൊരു കാരണം, ഒരു സാധ്യത മാത്രമേ പറയാൻ പറ്റൂ, അതല്ലാതെ അതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുറ്റബോധം ശരിക്കും പറയുകയാണെങ്കിൽ ഷെമീനപ്പോൾ നല്ലോണം എടുങ്ങാറാക്കുന്നുണ്ട്. ഈ ഒരു ഏജിൽ ഉള്ള സംഭവം വന്നിട്ടാണോ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ആ ഒരു ഡിപ്രഷനും ടോട്ടലി പ്രശ്നമായി നിൽക്കുന്ന ഒരാളെ മുന്നിലേക്ക് പുതിയ പ്രശ്നങ്ങളും ഓരോ ആളുകൾ ഇങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർ ഷെമീൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഷെമിയെ ഏജ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയും. അപ്പം ഷെമി അതും ആലോചിച്ചിട്ട് പിന്നെ ടെൻഷൻ ആവുക, ഞാൻ കാരണമാണോ അത് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഷെമി അങ്ങനെ ചിന്തിക്കല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏജുള്ള ആൾക്കാരായാലും ഏജ് കുറഞ്ഞിട്ടുള്ള ഇപ്പോൾ അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായാലും, ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് പ്രസവത്തിലൊക്കെ ഇങ്ങനെ സംഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഷെമിനോട് പറഞ്ഞ്, അപ്പോൾ ഓലൊക്കെ അപ്പോൾ ഏജ് ഉണ്ടായിട്ടാണോ? അപ്പം ഏജ് എന്ന് പറയുന്നത് ഒരു സാധ്യത, അങ്ങനെ ഒരു സാധ്യത എല്ലാവരും പറയുമ്പം ഒരു സാധ്യത, അതുകൊണ്ടാണ്. ഇപ്പോൾ ഏറ്റവും നല്ലത് ഒരു 30. അത് ശരിയാണ്. ഞാനും വീഡിയോ ചെയ്തപ്പോൾ ഏജിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഏജ് ശരിയാണ്. ഇപ്പോൾ ഈ ഏജ് അല്ലാത്തവർക്കും ഇങ്ങനെയുള്ള ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഷെമിയോട് ഈ ഏജിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഷെമിക്കും അത് ഞാൻ കാരണം ഷെഫി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ മൈൻഡ് ഓക്കെ അല്ലാതാവും. ഇപ്പോൾ എന്തായാലും മൈൻഡ് ഓക്കെ ആക്കുകയാണ് ചെയ്യേണ്ടത്. കുറ്റപ്പെടുത്തലുകളൊക്കെ ഒഴിവാക്കുക മാക്സിമം. ഈ വീഡിയോയിൽ ചെയ്യുന്ന കമൻറ്റുകൾ ഷെമിയെ കാണിക്കാതിരിക്കുക, ഷെമിയെ ഹാപ്പി ആയിട്ടിരിക്കുക നോക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. എന്തായാലും മെൻ്റലി ഓക്കെ, പുള്ളിക്കാരി ഓക്കെ ആവുകയാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. എന്തായാലും കൂടെ നിൽക്കുക, സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക. എന്തായാലും പടച്ചവൻ വിധിച്ചതേ നടക്കുകയുള്ളൂ. ഇപ്പോൾ തരണമെന്ന് തോന്നിയാൽ അള്ളാഹു തരണമെന്ന് തോന്നിയത് കിട്ടും, ഇല്ല എന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ ഇതാക്കിയിട്ട് കാര്യമില്ല. അപ്പം ഇപ്പോൾ ഏജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ 18-19 വയസ്സിൽ പ്രസവിക്കുന്നവരും പെൺകുട്ടികളും അങ്ങനെ സംഭവിക്കാറുണ്ട്. പൂർണ്ണ വളർച്ച എത്തിയിട്ടും അല്ലെങ്കിൽ 10 മാസം ചുമന്നിട്ട് പ്രസവിക്കേണ്ട ആ സമയത്ത് കുഞ്ഞ് മരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, പ്രസവിച്ച് കഴിഞ്ഞ് മരിക്കുന്ന ആ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏജ് എന്നൊരു പ്രശ്നമില്ല. ഞാനും വേറൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏജിന് പ്രശ്നമായിരിക്കും. ശരിയാണ്, 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് തന്നെയാണ്, ഏജ് ഒരു ഇത് തന്നെയാണ്. എങ്കിലും അത് മാത്രമല്ല ആയിരിക്കും കാരണം, അല്ലാതെയും ഇങ്ങനെ സംഭവിക്കുന്നവർ എത്രയോ പേരില്ല. അപ്പോൾ അതോർത്ത് സമാധാനിക്കുക. എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പം പിന്നെ എന്തെങ്കിലും ഒരു ഹയറ് ഉണ്ടായിട്ടായിരിക്കും അത് സംഭവിച്ചതെന്നാണ് അങ്ങനെ വിചാരിക്കുക. കാരണം നമുക്ക് അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാനേ ഇപ്പോൾ പറ്റും.
അപ്പോൾ ഷെമിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ റൂമിലൊക്കെ നിൽക്കുമ്പോഴുള്ള ആ ഒരു വെപ്രാളത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പം കൂടുതൽ സമയം ഞാൻ സത്യത്തിൽ അങ്ങനെ പുറത്തൊക്കെ ഒന്നും അധികം പോകലില്ല. ഞാൻ കൂടുതലും ഞാനായാലും അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഷെമിൻ്റെ അടുത്തുണ്ടാവും. ഒക്കെ തീരെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമായാലും മര്യാദയ്ക്ക് ഇങ്ങനെ കഴിക്കണമില്ല, അങ്ങനത്തെ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഷെമിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ആയുഷ്യുണ്ട്, അപ്പം നമുക്ക് ആയുഷ്യുവിനെ നോക്കണ്ടേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വിശ്വാസപ്രകാരം ചെറിയൊരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്വർഗത്തിൽ നമ്മളെ കൈ പിടിക്കാൻ ഒരാളായി എന്നുള്ള. അപ്പോൾ ഞാൻ ഷെമിനോട് ഈ സമയത്ത് പറയാൻ പറ്റും, പക്ഷെ എന്നാലും ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷമ സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ ഒന്ന് ചിരിച്ച് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞൊക്കെ നോക്കും. അത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടല്ല നമ്മളത് പറയുന്നത്. അത് ഇന്നെപ്പോലെ തന്നെ കുറേ ആൾക്കാരുണ്ടാവും ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചില തമാശകളൊക്കെ പറയാൻ ശ്രമിക്കും. കാരണം ആ കരച്ചിലൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ആ കരയുന്ന ആളെ ചിന്ത മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഷെമിനോട് പറഞ്ഞേ, ഷെമിയെ പിന്നെ ഇനി എവിടെ പോയി കഴിഞ്ഞാലും കഴിച്ചിലാകുകയാണല്ലോ. കാരണം ഇനിയിപ്പോൾ നാളെ മരിച്ചു കഴിഞ്ഞാലും ഇനി ഒരു പിടിവള്ളി സ്വർഗത്തിലാക്കി വെച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇനി ഉള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞ്, എവിടെ ഇനി കുടുങ്ങുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. നമ്മൾ വിശ്വാസപ്രകാരം അങ്ങനെയാണ്. നമുക്കൊരു ചെറിയൊരു കുട്ടി, കാരണം ലോകം കാണാത്ത കുട്ടിയാണ്, അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു തെറ്റുമില്ല. അപ്പോൾ ഇതും ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഞാൻ സ്വയം എന്താ പറയുക സമാധാനം കണ്ടെത്തുന്നത് വെച്ചാൽ ഈ ലോകത്ത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ നമ്മളൊക്കെ അടുത്ത താമശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ കൊലപാതകവും അങ്ങനെ ഇപ്പം ഇങ്ങനത്തെ ഒരു ലോകത്തേക്ക് വരുന്നേക്കാട്ടും നല്ല. ഞാൻ ഷെമിനോട് ചോദിച്ചു, ഇങ്ങനത്തെ ഒരു ലോകത്തേക്ക് വരുന്നേക്കാട്ടും നല്ലത് ഇപ്പം പ്രസവിച്ച ഉടനെ തന്നെ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പഠിച്ചവൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതല്ല നല്ലത്. അല്ലാതെ അങ്ങനെ ചിന്തിക്കുമ്പം നമുക്ക് അത്ര ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഷെമിനെ സമാധാനിപ്പിച്ചിട്ടാണെന്നല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഫുഡൊക്കെ കൊടുത്തത്. എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ തന്നെ ആണ്. കാരണം ഒരു തെറ്റും ചെയ്യും, പിന്നെ നമ്മൾ തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ കിട്ടൂല എന്നല്ല, നമ്മൾ ഇവിടുന്ന് ദുനിയാവിൽ നിന്ന് എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെയുള്ള ശിക്ഷ നമുക്ക് കിട്ടും. പക്ഷെ എന്നാലും നമ്മളെ സ്വർഗത്തിലേക്ക് കൈ പിടിക്കാൻ സ്വർഗത്തിലൊരു ചെറുതുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് പോകുന്ന കുഞ്ഞ് അല്ലേ, അപ്പോൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, സ്വർഗത്തിലായിരിക്കും. ഞങ്ങൾക്കും ഇങ്ങനെ എനിക്കും ഒരു അനിയൻ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവനും ലോകം കാണാതെ പോയതവനാണ്. അപ്പോൾ ആ കുഞ്ഞു മുഖേന മാതാപിതാക്കൾ സ്വർഗത്തിലോട്ട് പോകും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും പറയും, എൻ്റെ ഉമ്മയും വാപ്പയും അതിന് അവകാശപ്പെട്ടവരാണ്, അതിന് ഒരു നിങ്ങളുടെ കൈ പിടിക്കാൻ ഞങ്ങൾക്ക് ഒരു കുഞ്ഞവിടെ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ കാത്ത് ഒരു കുഞ്ഞുമോൻ അവിടെ ഇരിപ്പുണ്ടാകുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട്. എൻ്റെ വാപ്പ മരിച്ചു 2 വർഷം കഴിഞ്ഞു. എനിക്കൊരു അനിയനുള്ളതും ഓട്ടിസമുള്ള അനിയനാണ്. അപ്പം അവൻ മുഖേനയും ഉമ്മാക്കും വാപ്പാക്കും സ്വർഗം തന്നെയാണ്. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്തത് നമ്മൾ അനുഭവിക്കും, ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക, അപ്പോൾ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള അനുഗ്രഹം അള്ളാഹു തരും. എന്ത് തന്നെയാണെങ്കിലും ഒരു ഇറക്കത്തിന് ഒരു കയറ്റം ഉണ്ടാകും, അത് ഉറപ്പാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഷെമിയും കൂടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. നമ്മളിതാക്കണ ഇന്ന് പിന്നെ പ്രസവരക്ഷ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. അപ്പോൾ ഷെമിനോട് ഞാൻ കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഷെമിനതാക്കണ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ കുറേ കൊണ്ടുപോകണമല്ലോ. എത്ര ദിവസത്തേക്കാണ് ഷെമി നമ്മൾ പോണേ? 15 ദിവസത്തേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണ്. ഷെമി ബാഗ് എടുക്കാണ്ടല്ലേ? അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഷെമി മാറ്റാണ്ട് ഇങ്ങനെ നിന്നതായിരുന്നു ഇപ്പോൾ. അപ്പോൾ ഞാനവളടുത്ത് പറഞ്ഞ് എന്തായാലും ഇപ്പോൾ എന്താ പറയുക കുറച്ച് ഏജ് ഉള്ളത് കൊണ്ട് ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് സാധാരണ ഒരു ഡെലിവറിയാണ് ഇവിടെ നടന്നത്. അപ്പം അതിനെന്തൊക്കെയാണോ സാധാരണ രീതിയിൽ നമ്മളൊക്കെ ചെയ്യുക ആ സാധനങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വിളിച്ച സമയത്ത് പോലും പറഞ്ഞ് അത് സാധാരണ ഡെലിവറി ഈ മാസമായ സമയത്താണ് പ്രസവിച്ചതെങ്കിലും സാധാരണ ഒരു ഡെലിവറിയിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ ഇതിനും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഷെമി തീരെ ഇൻട്രസ്റ്റ് അല്ല, ഷെമി ഇല്ല പോകണ്ട, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ് അതല്ല, നമുക്ക് ആരോഗ്യം നോക്കണമല്ലോ, അപ്പം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാറ്റിച്ചാണ്.
അപ്പം ഇതൊക്കെ ഞങ്ങൾ പോകാൻ ഇറങ്ങാണ്. പിന്നെ ആ 2 ബാഗ് എടുക്കണ്ടേ? ആ ബാഗ് എടുക്കാം. അപ്പോൾ ആവശ്യമില്ല എങ്ങനെ അതൊക്കെ ഞാൻ എടുത്തോളാം. ആയിഷു ഷെമിൻ്റെ താത്തൻ്റെ വീട്ടിലാണ്. അപ്പം അവിടുന്ന് പോണ വഴിക്ക് ആയിഷുവിനെ കൂട്ടിയിട്ട് വേണം പോകാൻ. ആയിഷു ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ആയിഷു ഇപ്പോൾ ഈ ഒരു പ്രായമാണല്ലോ, 3 വയസ്സ് 3.5 വയസ്സ്. അതെ, ഞാൻ പോണില്ല എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയാലോ, ചെറുതൊന്നും ഇല്ലല്ലോ എല്ലാവരും. അതെ, പക്ഷെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ ഷെമി പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുഞ്ഞ് ജനിച്ചാലും മരിച്ചാലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രസവിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് തന്നെയാണ് അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് പിന്നീട് വരുള്ളൂ. ഇപ്പോൾ ഇല്ലെങ്കിലും പിന്നീട് അത് വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിനും കുറേ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതിലിപ്പോൾ വലിയ നെഗറ്റീവ്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല നല്ല കമൻറ്റ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ, സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ, ആശ്വസിക്കാൻ കഴിയട്ടെ. എന്തായാലും ഒരു കുഞ്ഞ് എന്നുള്ളൊരു സ്വപ്നം അവർക്ക് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും അധികം താമസിയാതെ തന്നെ ഇനിയൊരു കുഞ്ഞും കൂടി ഉണ്ടാവട്ടെ. എന്തായാലും ആഗ്രഹിക്കുക അങ്ങനെ. എന്തായാലും ആ ഒരു കുഞ്ഞു മുഖേന അവർക്ക് സ്വർഗം ലഭിക്കും. അപ്പോൾ അങ്ങനെ സമാധാനിക്കുക. അവരിപ്പോൾ ഷെമിയും ഇപ്പോൾ ഹാപ്പി ആയിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കുറച്ച് സമയം എടുക്കും അതൊന്ന് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. എന്തായാലും അവർക്ക് എല്ലാ ഇതും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇപ്പോൾ മൂത്തൊരു മോളുണ്ട്. ആ കുഞ്ഞിൻ്റെ കളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുറേയൊക്കെ നമുക്ക് മൈൻഡ് ഓക്കെയാവും. പിന്നെ ഈ നശിച്ച ലോകത്തേക്ക് ഈ മക്കൾ ഈ കുഞ്ഞ് പോയത് നന്നായി തന്നെ പറയും. ഷെഫി പറഞ്ഞതുപോലെ തന്നെ അല്ലേ, ഒരു അവരുടെ അടുത്ത് താമരശ്ശേരി നടന്ന അതൊക്കെ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഫുള്ള് കൊലയും വെട്ടുകുത്തും കൊലയും ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ആ കുഞ്ഞ് അതൊന്നും കാണാതെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വന്ന് അള്ളാഹുവിൻ്റെ അടുക്കിലോട്ട് തന്നെ പോയി ഒരു തെറ്റും ചെയ്യാതെ തന്നെ പൂർണ്ണതയോടുകൂടി സ്വർഗത്തിലോട്ട് തന്നെ ആ കുഞ്ഞു പോയി. കുഞ്ഞു മാലാഖയായിരുന്നു. എന്തായാലും എല്ലാം ക്ഷമിക്കാനും എല്ലാം ഇതാവാനുള്ള ഇത് നൽകട്ടെ. എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ. എന്തായാലും റമദാൻ മാസമൊക്കെ കഴിയാറായി. എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ. ഇനിയെങ്കിലും എല്ലാവർക്കും നല്ല ബുദ്ധി നല്ല ഇത് ഉണ്ടാവാനും അതുപോലെ ഇനിയെങ്കിലും കൊലപാതകങ്ങളും അതൊന്നും നടക്കാതിരിക്കാനും റമദാൻ മാസം അവസാനമായി. എന്തായാലും ഈ ഒരു മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലത് മാത്രം പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.